ഹായ്, വെൽക്കം ടു അവർ ഫാമിലി. കിരൺസ് ഫാമിലി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൺക്ലൂഷൻ ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കുന്നത്. കാരണം നമ്മൾ ആക്ച്വലി വേറൊരു വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അത് എടുത്തത്. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി കുറച്ചുകൂടി നല്ലത് ഈ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഉള്ള പ്രതീക്ഷയോടെയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ ആയിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇത് നർമ്മദാപുരത്ത് തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെച്ച് ഇഷ്ടംപോലെ തുണിത്തരങ്ങളും തുണിക്കടകളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഷൂ, സോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയാലും ഇഷ്ടംപോലെ നിൽക്കണ്ടോ. വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പേരയ്ക്ക അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴ പെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഈച്ചകളാണ് നിറയും റോഡ് നിറയും. ഷൂസിൻ്റെ ഒക്കെ ഷോപ്പുണ്ട്. അതുപോലെ ഡ്രസ്സ് ആയിക്കോട്ടെ, പൂക്കടകളും. നമ്മളിപ്പോൾ മെയിൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇഷ്ടംപോലെ സ്വീറ്റ്സ് കാര്യങ്ങൾ. നല്ല രസമാട്ടോ ഇവിടെ. കാര്യം ഭയങ്കര തണുപ്പാണ്. ഇവർ എന്തോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ജിലേബി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പൊക്കെയാണ്. അത് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്, സ്നേഹ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ ജസ്റ്റ് മാർക്കറ്റൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ശർക്കരയാണ് ഈ കാണുന്നത്. ആളുകൾ ഇഷ്ടംപോലെ ശർക്കര, അതുപോലെ തന്നെ ഇതാ ചൂലുണ്ടാക്കി വിൽക്കുന്നത്. റോഡ് മൊത്തം പശുക്കളായിരിക്കും. പിന്നെ നിറയും മറ്റേ മഞ്ഞും മഴയൊക്കെ വന്നോണ്ടേ റോഡ് മൊത്തം ഒരു സൈസ് ഈച്ചകളാണ്. ഇതാ ഈ സൈഡ് ഫുൾ സ്വീറ്റ്സ് ആട്ടോ. അതൊക്കെ ഇതൊക്കെ എന്ത് പലഹാരമാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഭയങ്കര പഞ്ചസാരയും കൊണ്ട് ഉണ്ടാക്കുന്നേ. കടലയൊക്കെ വെച്ചത് നോക്കി. ഇതാണ് ഇവിടുത്തെ അത്യാവശ്യം വലിയ മാർക്കറ്റാണ്. നമുക്കപ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങ് പോകുന്നതാണ്. പച്ചക്കറി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങുന്ന ഒരു പയ്യൻ്റെ അടുത്ത് പോകാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ആളുകൾ ഭയങ്കര ഒരാട് കുത്താൻ വേണ്ടി ചെറുതായിട്ട് ഉണ്ടല്ലേ. കോളിഫ്ലവറൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം സവാളയൊക്കെ വാങ്ങാൻ പോവാം. അത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കടയിൽ പോയി വാങ്ങാം. ഓക്കെ, കണ്ടോ ബജ്ജി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിതൊക്കെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. പിന്നെ ഇതിലതേ നിറയും കറുത്ത പന്നികൾ, കുഞ്ഞുങ്ങളും ഒക്കെ സവാരിക്ക് ഇറങ്ങിയേക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ എത്തി. എൻ്റെ അടുത്ത് നിന്ന് സവാള വാങ്ങാനായിട്ട് പോവാണ്. 1 കിലോ സവാളയും വാങ്ങാം. ഉരുളക്കിഴങ്ങ് വാങ്ങണം വെച്ച് 2 ലോഞ്ച് വെറുതെ വേസ്റ്റ് ആയിപ്പോൾ. 1 കിലോ വാങ്ങിയിട്ട് നമുക്ക് പിന്നെ വാങ്ങാം. പിന്നെ ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. കണ്ടിരിക്കുന്ന കച്ചവടക്കാരൻ. കിലോ സവാള ഇത് 25 രൂപയ്ക്ക് തരാമെന്നാണ് അവൻ പറയുന്നത്. 25 രൂപയ്ക്കുള്ള സവാള എടുക്കാം. എന്തായാലും പച്ചക്കറി കാര്യങ്ങളൊക്കെ നോക്കാം. 30 रुपये का आधा किलो, 20 रुपये का पाव. ये क्या? अरे किलो 30 रुपये का, आधा किलो 20 रुपये में. ओ पाव को 15 रुपये का दे दो. നമുക്ക് 1/4 किलो അച്ചിങ്ങ മതി. टमाटर कितना है? 30 रुपये किलो. आधा किलो दे दो. 10 रुपये का आधा किलो दे दो. क्यों बेटा, थोड़ा कम दे दो. ഇവനൊക്കെ വെറുതെ വില കൂട്ടി പറയുന്നതാണ്. നമുക്ക് വില കുറച്ചൊക്കെ കിട്ടൊക്കെ ചെയ്യും.
വേപ്പിലേക്ക് എന്തുട്ടാ ഹിന്ദി പറയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. आधा किलो दे दो टमाटो. हाँ ठीक है. ये मिर्ची 10 रुपए का दे दो. നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ കൂട്ടുന്നതൊക്കെ വളരെ കുറവാണ്. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ വാങ്ങിക്കാം, എന്നിട്ട് ഒരു ചിക്കൻ റെസിപ്പി നമുക്ക് വീഡിയോ ചെയ്യാം. നമുക്കപ്പോൾ എനിക്കൊരു ഷൂ വാങ്ങാനായിട്ട് പോകാം. നമുക്ക് ഷൂ ജസ്റ്റ് ഒന്ന് വിലയൊക്കെ ചോദിക്കാം. ഇവിടെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ 400 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിലയിട്ട് വെച്ചേക്കുന്നതാണ് 400. പ്യൂമ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ബ്രാൻഡൊന്നും ഇല്ല, എന്നാൽ പോലും നമുക്ക് കയറി നോക്കാം. അവിടെ ഷൂവിന് അല്പം റേറ്റ് കൂടുതലാണ്. നമുക്ക് റേറ്റ് കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോസ് കാണിക്കാം കേട്ടോ. ഷോപ്പുകളിലെ കാര്യങ്ങളൊക്കെയാണ്. ഇഷ്ടംപോലെ കുപ്പിവളകളും അതുപോലെ ചെറിയ കുട്ടികളുടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. ഇന്നിപ്പോൾ ശനിയാഴ്ച ആണെങ്കിലും അത്ര തിരക്ക് വന്നിട്ടില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ. കാരണം നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ഇനി വൈകിട്ട് നമ്മൾ ചിക്കൻ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് അടുത്ത ദിവസത്തിലേക്കൊക്കെ ആയിട്ട് ഇടാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മോതിരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ കച്ചവടം നടത്താനും നോക്കാം. കലണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നേ. അവൻ നമ്മളോടൊരു ഹായ് പറഞ്ഞു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ക്യാമറ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായില്ല. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കളയുന്ന സാധനമാണ് ഈ പപ്പായയും കാര്യങ്ങളൊക്കെ. കാരണം നമ്മൾ അധികം യൂസ് ചെയ്യലില്ല. കാരണം ഒരുപാട് ഉള്ള കാരണമാണ്. പിന്നെ ഈന്തപ്പഴവും ആപ്പിളും പിന്നെ ഇളന്തിപ്പഴം വന്നിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അങ്ങ് പോവാം. ഇഷ്ടംപോലെ പേരയ്ക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എങ്കിലും ഒരു വീഡിയോ ഞാൻ എടുത്തേക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ആരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആരാന്ന് മനസ്സിലാവില്ല. ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങളാട്ടോ. ഇതാ ഇന്നത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വച്ചേക്കുന്നതാണ്. ഇവിടെ പിന്നെ ആളുകൾക്ക് നോട്ടമൊന്നുമില്ല കേട്ടോ. വണ്ടിയൊക്കെ ആയാലും ഇങ്ങോട്ട് വന്ന് ഇടിച്ച് കയറും. നമ്മൾ സ്വയം നോക്കിക്കൊള്ളണം. പക്ഷേ ഈ സൈഡിലേക്കൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം കറക്റ്റായിട്ട് നമുക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. ഇഷ്ടംപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ നാട്ടിലെ പഴമൊന്നും കിട്ടില്ല കേട്ടോ. അതായത് ഏത്തപ്പഴം കാര്യങ്ങളൊന്നും കിട്ടില്ല. ഭയങ്കര തിരക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അതേ തിരക്കൊക്കെ ആയി തുടങ്ങി. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വെക്കാൻ വെച്ചതാണ്. പാവയ്ക്ക വാങ്ങണോ ചേച്ചി? ഞാൻ പാവയ്ക്ക അങ്ങനെ കഴിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് പാവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ചേരയെ ചെല്ലുന്ന നാട്ടിൽ ചെന്ന് നടുകഷ്ണം തിന്നുന്ന പറഞ്ഞ കാര്യം തിന്നാനൊന്നുമില്ലാതെ ഇപ്പം എല്ലാം കഴിച്ചു തുടങ്ങി. പിന്നെ നമ്മളൊക്കെ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. വെണ്ടയ്ക്കയോ ഭയ്യ ഈ കിത്തനായ. അതുപോലെ ഇവിടുത്തെ ക്യാരറ്റും മുളകുകളൊക്കെ കാണിച്ചു കേട്ടോ. കണ്ടോ ക്യാപ്സിക്കം. ഇവിടുത്തെ ക്യാരറ്റിൻ്റെ കളറുണ്ടോ, ഒരു പിങ്ക് കളറാണ്. ശോചനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ വേസ്റ്റ് മുഴുക്കൻ ഈ പശുക്കളൊക്കെ ഈ വേസ്റ്റ് തന്നെയാണ് കഴിക്കുന്നത്. അതെ, ഇവർ നന്നായിട്ട് ക്ലീനും ചെയ്യും കേട്ടോ. അതനുസരിച്ച് ഇതേ എന്തോ ഒരു ഇഷ്ടംപോലെ പാവയ്ക്ക് ഉരുളക്കിഴങ്ങും സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ വില ചോദിക്കുമ്പോൾ കാര്യം നാട്ടിലെ വിലയൊന്നും ഇല്ല. എന്നാൽ പോലും ഇവിടെ എന്ത് വിലയാവും നമുക്ക് ഏകദേശം ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വില കുറച്ച് വാങ്ങുന്നത്. ഭയ്യ ഈ ബിന്ദി കിത്തനായേ?
ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ത് ചെയ്യണം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തണം. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടാവും, ഒന്ന് എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്ക് ഗുഡ് ബൈ.